രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ്സിലെ രാജകുമാരിയോ പട്ടമഹിഷിയോ എന്തൊക്കെയാണല്ലോ, അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പക്ഷെ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ആശങ്ക എല്ലായിടത്തും ഉണ്ട്, ഒരു മൂകത. കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ 73.57% വയനാട് മണ്ഡലത്തിലെ വോട്ടിംഗ്. ഇപ്പോൾ പ്രിയങ്ക വന്നപ്പോൾ അതിൽ കൂടുതൽ വോട്ടുകൾ വീഴേണ്ടതാണ് എന്ന് കരുതിയ വയനാട് മണ്ഡലത്തിൽ 10% ആളുകൾ കുറച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 64.71 എന്നാണ് അവസാനം കിട്ടിയൊരു കണക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും വയനാട്ടിൽ പ്രിയങ്ക വന്നിട്ടും വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ആവേശം കുറഞ്ഞത്? വയനാട് ശരിക്കും ഇതുവരെ ഉണ്ടായ ഇലക്ഷനുകളിലൊക്കെ കണ്ടതിനേക്കാൾ വലിയ വോട്ടിംഗ് പെർസെൻറ്റേജാണ് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇതിലും വലിയൊരു കാൻഡിഡേറ്റ് വരാനില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പിന്നെ ഒരു ലക്ഷ്യം അവരുടെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു 60,000 വോട്ട്സിൻ്റെ ഡിപ്പ് കുറവാണല്ലോ വന്നത് ഈ 24 ഇലക്ഷനിൽ. അപ്പോൾ അതൊക്കെ മാറ്റിമറിക്കണം. അതിന് മുമ്പത്തെ ഇലക്ഷനിൽ കിട്ടിയ 4.3 സംതിങ് ലാക്സ് ഉണ്ടായിരുന്നല്ലോ, അതിനെ കടത്തിവെട്ടി 8 ലക്ഷം വരെ നേടുന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 2 തവണത്തെ ഇലക്ഷനിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാലേ ഇതൊരു വിജയമാകുള്ളൂ, തിളക്കമാർന്ന വിജയം ആകുള്ളൂ എന്നുള്ളൊരു ധാരണയിലാണ് ആൾക്കാർ പ്രൊസീഡ് ചെയ്തത്. പക്ഷേ സംഭവം ഒരു ആൻറ്റി ക്ലൈമാക്സ് പോലെ ആയിപ്പോയി. ഇപ്പോൾ ഇതുവരെ കിട്ടിയ ന്യൂസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2008 ഈ വയനാട് ഫോം ചെയ്തതെന്ന് തോന്നുന്നു, ഇങ്ങനൊരു മണ്ഡലം തന്നെ. അന്നോട്ട് ഉണ്ടായാലും ഏറ്റവും മോശം പോളിംഗ് ആണ്. അപ്പോൾ എന്തോ ആൾക്കാരുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ കാണാത്തതുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയായാലും ഒരു ഇലക്ഷൻ കഴിഞ്ഞു കാൻഡിഡേറ്റ് വിജയിച്ച് കഴിഞ്ഞിട്ട് മാറിപ്പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു മടുപ്പ് തോന്നും. ഉച്ചയ്ക്ക് നന്നായിട്ട് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ രാത്രി വീണ്ടും ബിരിയാണി കഴിക്കാൻ പറയുമ്പോഴൊരു ഇഷ്ടക്കേട് പോലെ രണ്ടാമത് വീണ്ടും ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒരു കാരണം. പിന്നെ ഓക്കെ, പിന്നെ ഒരു വർഷത്തിനുള്ളിൽ 2 ഇലക്ഷൻ വരുന്നു. 2 ഇലക്ഷൻ അത് ജനങ്ങളൊരു തെറ്റ് ചെയ്തിട്ടല്ല. അപ്പോൾ ഇങ്ങനെയും മാറിപ്പോകുന്നതനുസരിച്ച് അവരുടെ താളത്തിന് നമ്മൾ തുള്ളേണ്ടതുണ്ടോ എന്നൊരു ചിന്ത, അത് ക്വൈറ്റ് നാച്ചുറൽ. ചെറിയൊരു ന്യൂനപക്ഷത്തെങ്കിലും ഉണ്ടാവും, എങ്കിലും ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ ഒരു രാജകുടുംബത്തിലെ അംഗത്തിന് ഒരാൾക്ക് പോകണം, മറ്റേയാൾക്ക് വീണ്ടും പോകണം. അതിനുവേണ്ടി അവർക്ക് തോന്നുമ്പോൾ ഇലക്ഷൻ വരുത്തുക. എന്നാലും ഇപ്പോൾ അത് ഒരു ഡിറ്ററൻറ്റ്, ആൾക്കാർക്കൊരു താല്പര്യക്കുറവ് അതുകൊണ്ട് ഉണ്ടാകാമെങ്കിൽ പോലും എന്ത് താല്പര്യക്കുറവിനെ അതിജീവിക്കാവുന്നൊരു കാര്യമാണ് ഈ പ്രിയങ്കയ്ക്കുള്ള പോപ്പുലാരിറ്റി. പിന്നെ ഒരു കാര്യം, അവിടെ കുറച്ച് നാച്ചുറൽ കലാമിറ്റിയൊക്കെ നടന്നു, അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. പക്ഷേ ആ ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നെന്നാണ് നമ്മൾ പോളിംഗ് ബൂത്തിൽ ആളുകൾ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അക്കൂട്ടത്തിൽ ഈ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ഗോഡസ് പോലെ അത്രയും വലിയ ഇഷ്ടമാണ് പ്രിയങ്ക ഗാന്ധിയോട്. നത്തിങ് ക്യാൻ മാച്ച് ദാറ്റ് കൈൻഡ് ഓഫ് പോപ്പുലാരിറ്റി, അതാണുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ഇഷ്ടത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്നൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മുനമ്പം പ്രശ്നമൊക്കെ ആൾക്കാർക്ക് ഇതുവരെ ഉള്ള ചിന്താഗതിയിൽ നിന്നും ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ മുനമ്പത്ത് ക്രിസ്ത്യൻസ് സഫർ ചെയ്യുന്നതിൻ്റെ കാരണം കോൺഗ്രസ് അല്ലേ എന്നൊരു ചിന്താഗതി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെല്ലാം ആരോപണങ്ങളുണ്ടായാലും പ്രിയങ്കയോട് ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാകും, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാലും പഴയ പോലെ ആ ഒരു അൺലിമിറ്റഡ് അൺസ്റ്റിൻഡഡ് ഒരു സ്നേഹത്തിലെന്തോ വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് ആദ്യം കിട്ടിയ ഇലക്ഷൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല, വോട്ടുകൾ കിട്ടിയില്ല, കുറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാളും വോട്ടുകൾ ഗണ്യമായി, ഒരു 10,000 വോട്ട് കുറഞ്ഞാൽ പോലും പ്രിയങ്കയ്ക്ക് സെറ്റ് ബാക്കാണ്. അപ്പോൾ പിന്നെ വേണം പറയാൻ ദുരന്തം കൊണ്ടായിരിക്കും, ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള മടുപ്പ് കൊണ്ടെന്നാണൊക്കെ പറയാം. പക്ഷേ പ്രിയങ്കയ്ക്ക് ഒരു 1 ലക്ഷം വോട്ടൊക്കെ രാഹുൽ ഗാന്ധിയേക്കാൾ കുറഞ്ഞാണ് വീഴുന്നതെങ്കിൽ രാഷ്ട്രീയമായ പരാജയമല്ലേ? അതെ, അത് ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സെറ്റ് ബാക്ക്. അത് വലിയ മോശവും. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും രാഹുൽ ഗാന്ധിയുടെ റെക്കോർഡിനെ കടത്തിവെട്ടി ഇപ്പോൾ 4 പോയിന്റ് സംതിങ് എന്നുള്ളത് മാറ്റി എങ്ങനെയാലും 5എങ്കിലും തയ്ക്കണം. 8ഒക്കെ പറയണം. 5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. അതെ, 5എങ്കിലും അത് കിട്ടണ കാര്യം സംശയം, എനിക്ക് തോന്നുന്ന സംശയമാണ്. കാരണം അങ്ങനെ ആവേശത്തിൽ ഒരു തരംഗമായിട്ട് വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജിലും അത് തരംഗം ഇല്ലായിരുന്നു. പ്രിയങ്ക തരംഗം എന്ന് പറഞ്ഞ തരംഗം ഉണ്ടായിരുന്നില്ല. അത് ഈ പ്രാവശ്യം ആർക്കാണ് മനംമാറ്റം വന്നേക്കണേന്ന് പറയാൻ പറ്റില്ല.
ക്രിസ്ത്യൻസിന് ഒരു പക്ഷേ വന്നേക്കാം. ക്രിസ്ത്യൻസ് നെഞ്ചിലേറ്റി നടക്കുന്ന ആളാണ് പ്രിയങ്ക, അതിൽ സംശയമൊന്നുമില്ല. പ്രിയങ്കയുടെ മൂക്കും കണ്ണും കാണുമ്പോഴേക്കും എല്ലാവരും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിക്കും. മൂക്കും മുടിയും നോക്കി വോട്ട് ചെയ്താൽ വീടും പറമ്പും പോകും. അങ്ങനെ ഒരു സാഹചര്യം ചിലർക്ക് അങ്ങനെ ദാറ്റ് ഐഡിയ ഹാസ് ഡോൺഡ് ഓൺ ദം. അവർക്ക് ആ തിരിച്ചറിവ് വന്നോ എന്നൊരു സംശയമുണ്ട്. അത് ക്രിസ്ത്യൻസിന് ഇതിലൊരു മനംമടുപ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കുറയേണ്ട ആവശ്യമില്ല. അല്ലാതെ വേറെ ആരും ഇപ്പം അങ്ങനെ മാറിയേക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയൊക്കെ നെഞ്ചിലേറ്റി നടന്നിട്ടും നമുക്കിട്ട് ചെയ്തിരിക്കുന്ന പണി ഇതാണല്ലോ എന്ന് മുനമ്പത്ത് പോയവർ കുറേ പേരെങ്കിലും കണ്ടു കേട്ടു. മുനമ്പത്തെ വാർത്തകൾ ഇപ്പോൾ നമ്മളിപ്പോഴും എന്താണ് വഖഫ് എന്നറിയാത്ത ആളുകൾ കേരളത്തിലെ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സ്ഥിരം ചായ കുടിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കോഫി ഷോപ്പിൽ അവർ ചോദിച്ചു, എന്താ ശരിക്കും മുനമ്പം ഒന്ന് പറഞ്ഞു തരാമോ, വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. വയനാട്ടിലും ഒരുപക്ഷെ ക്രിസ്ത്യാനികളിൽ തന്നെ നല്ല ശതമാനം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൊന്തയും ബന്ധിങ്ങയൊക്കെ ഇട്ട് പാവപ്പെട്ട സ്ത്രീകളെ പോയി ഓടിച്ചെന്ന് കെട്ടിപ്പുണരുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല, അത് വെറും വർഗീയത എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്യും. ഇപ്പം അത് മാറി. ഇപ്പം അത് ആൾക്കാർ അല്ല, അവനവൻ്റെ കിടപ്പാടം പോവും വഴിയാധാരാവും എന്ന് പറഞ്ഞാൽ കിടപ്പാടത്തെ ബാധിക്കുന്ന എന്ത് പ്രശ്നമായി കഴിഞ്ഞാൽ അത് താങ്ങാൻ ആർക്കും പറ്റില്ല. അതായത് ഹാവിങ് വൺസ് ഓൺ ഹോം is like return to the security of the mother's womb. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സ്വന്തമായിട്ട്. സ്വന്തം വീട്ടിൽ കയറി കഥകടച്ച് കിടക്കുമ്പോഴുള്ള ഒരു സുരക്ഷിതത്വം അത് നഷ്ടപ്പെടാകുമ്പോൾ എത്ര പ്രിയപ്പെട്ട നേതാവായാലും ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ഈ പണിയൊക്കെ ഒപ്പിച്ച ആള് വന്ന് നിൽക്കുന്നത്, അതാണ് പ്രശ്നം. അത് ഈ സമയം അതേസമയം ജനറൽ ഇലക്ഷനെല്ലാം നിന്നിരുന്നെങ്കിൽ ആളിവിടെ കത്തിക്കാളി വെട്ടിത്തിളങ്ങി പോകേണ്ടത്. മറ്റൊന്നുകൂടി ഉണ്ട് സാർ, ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടുകാർ വോട്ട് ചെയ്യിപ്പിച്ച് വിടുമ്പോൾ ഈ ഇവരുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമത്തിനെതിരെ വോട്ട് ചെയ്യാൻ ഒരാളെ കൂടെ പറഞ്ഞു വിടുക. മുനമ്പംകാർക്കെതിരെ വോട്ട് ചെയ്യാൻ ഒരാളെ കൂടെ പറഞ്ഞു വിടുകയാണ്. വയനാട്ടിലും തവിഞ്ഞാൽ പഞ്ചായത്തിൽ ഒഴിപ്പിക്കൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ തവിഞ്ഞാൽ പഞ്ചായത്തിലെ ആളുകളെ ഒഴിപ്പിക്കണം എന്ന് പറയാൻ പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ ഒരാളെ കൂടെയാണ് വയനാടുകാർ പറഞ്ഞു വിടുന്നത്. അതെ. അപ്പോൾ ആ ഒരു ചിന്താഗതി ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ബലമായിട്ടും ന്യായമായിട്ടും സംശയിക്കണം. അതാണ് ഞാൻ നോക്കിയിട്ട് അതാണ് അത് പ്രധാന റീസൺ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ക്രിസ്ത്യൻസിനൊരു അല്ല, ഈ പ്രിയങ്ക ഗാന്ധി ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ചെയ്ത്ത് ഈ മുനമ്പത്ത് അത് എല്ലാവരും അത് തന്നെയല്ല ഇൻ കോഴ്സ് ഓഫ് ടൈം ഇപ്പോൾ എല്ലാവരും അത് അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. കുറേ പേരൊക്കെ ഇനി അറിയാനുണ്ട്. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസിനോടൊരു വല്ലാത്ത മനപ്രയാസം വരും ആൾക്കാർക്ക്. പ്രിയങ്കയുടെ വോട്ട് കുറഞ്ഞാൽ അതൊരു കാരണം ഇതാണെന്ന് കണ്ട് ഒരു പുനർവിചിന്തനത്തിന് കോൺഗ്രസ് തയ്യാറാകുമോ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെയുള്ള വോട്ട് ബാങ്കല്ലേ രക്ഷയുള്ളൂ. മുസ്ലിം വോട്ട് കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് ഏതായാലും. അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ സംഭാഷണത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് വിട്ടുപോയിരുന്നു. ഈ മുസ്ലിം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസിന് താല്പര്യം എന്നിപ്പോൾ മാഷ് പറഞ്ഞു. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ, അതെങ്ങനെയാണ് പൊട്ടിപ്പോയത്? പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വരില്ലല്ലോ. അത്രയും വരില്ല. അത് തന്നെയല്ല, ക്രിസ്ത്യൻസ് അങ്ങനെ ഒരുമിച്ച് നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്യുന്നില്ല. ക്രിസ്ത്യൻസിലും ഇഷ്ടംപോലെ ആൾക്കാർ LDFന് വോട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നല്ലോ. മഹാഭൂരിപക്ഷം കോൺഗ്രസ് സംശയമൊന്നുമില്ല. ക്രിസ്ത്യൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. മറ്റത് അങ്ങോട്ട് മാറിപ്പോയെന്ന് പറഞ്ഞാൽ അതിന് വലിയ അക്സെപ്റ്റൻസ് ഒന്നുമില്ല. കുടുംബപരമായിട്ടൊന്നും ആൾക്കാർക്ക് കുടുംബത്തിലെല്ലാം ഒരാൾ മാറിയിട്ടുണ്ടാകും, പക്ഷേ ബാക്കി കുടുംബത്തിലുള്ള ഒരു കോൺഗ്രസിന് വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി അഥവാ ഒരാൾ LDFന് വോട്ട് ചെയ്യുകയാണെങ്കിലും ദി ഓഡ് മാൻ ഔട്ട് എന്നുള്ള രീതിയിൽ അതിന് വലിയ അക്സെപ്റ്റൻസ് ആ കുടുംബത്തിൽ തന്നെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ക്രിസ്ത്യൻസിന് ഒരു മനംമാറ്റത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ വയനാട് പ്രിയങ്ക തോക്കില്ല. ഇല്ല, തോക്കുന്ന ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് അങ്ങനെ തോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പുറത്ത് വലിയൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫേവർ ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതിനെ എതിർക്കാൻ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് പ്രിയങ്കയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്ന് കരുതി മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? അതാണ് വലിയ തമാശ. CAA വന്നപ്പോൾ നിങ്ങളെ മുഴുവൻ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടും എന്നും പറഞ്ഞതുപോലെ ഈ ബില്ല് പാസ്സാക്കിയാൽ നിങ്ങളുടെ വീടും
നിങ്ങളുടെ പള്ളിയും എല്ലാം പോകും എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള നിയമമാണ് എന്ന ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞു. അതുണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ എത്ര കോടിയാണ്, 17 കോടി കത്തോലിക്കർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന പോലെ ഇതിന് പലതരം ക്യാമ്പയിൻസ് വരും ഇനി. പക്ഷേ എന്ത് ക്യാമ്പയിൻ വന്നാലും ഈ ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അല്പം മാറ്റം വരും. പിന്നെ മുസ്ലിം വോട്ട്സ് കോൺഗ്രസ്സിന് കിട്ടുന്നത് അല്ലെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസ്സിനാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ UDF-നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ അവിടെ പാർലമെൻറ്റിൽ പറഞ്ഞയച്ചിട്ട് വലിയ കാര്യമില്ല. പാർലമെൻറ്റിൽ CPM ഇല്ലാത്തൊരു പാർട്ടിയാണല്ലോ പ്രാക്ടിക്കലി. അതുകൊണ്ട് നേരത്തെ തന്നെ മുസ്ലിംസ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായി കഴിഞ്ഞാലും UDF-നാണ് വോട്ട് ചെയ്തിരുന്നത്. കാരണം അവിടെ BJP എതിർക്കാനായിട്ട് കോൺഗ്രസ് വേണം എന്നുള്ള കാഴ്ചപ്പാടിൽ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ BJP വോട്ട് കൂടുമോ? കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ വോട്ട് ചിലപ്പോൾ കൂടിയേക്കാം, അല്പം കൂടാൻ സാധ്യതയുണ്ട്. ഏതായാലും കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു കണ്ണാടിയായിരിക്കും വയനാട്ടിലെയും ചേലക്കരയിലെയും പാലക്കാട്ടെയും തെരഞ്ഞെടുപ്പ് പോരാട്ടം. മുന്നും വഖഫിന് ശേഷം ഒരു ഈ കേരള രാഷ്ട്രീയം ഈസ് ഇൻ ഫെർമെൻറ്റ്. അത് ആകെ അടിയൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറ്റങ്ങൾ വരും, സംശയമൊന്നുമില്ല. ഏതായാലും നമുക്ക് വോട്ടെണ്ണുമ്പോൾ കാത്തിരിക്കാം. ഏതായാലും പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ പ്രിയങ്കയ്ക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ, ജനങ്ങളെ സമ്മതിദായകരെ കൂടുതൽ ബൂത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പ്രിയങ്ക തോറ്റു. ആ കാര്യത്തിൽ പരാജയമായിപ്പോയി. എങ്ങനെയാലും പ്രിയങ്കയുടെ ഈ ഗ്ലാമറും ഗ്ലോറിയും റെപ്യൂട്ടേഷനും പോപ്പുലാരിറ്റിയൊക്കെ വെച്ചിട്ട് എങ്ങനെയായാലും കുറച്ചും കൂടി വോട്ടിംഗ് പെർസെൻറ്റേജിൽ തന്നെ അത് കൂടി കാണണമായിരുന്നു. അത് സംഭവിച്ചത് പരാജയപ്പെട്ടു. അതെ, പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.